ലക്ഷദ്വീപിലെ പണ്ടാരം വക ഭൂമി ഏറ്റെടുക്കാനുള്ള ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ദ്വീപ് നിവാസികളായ 171 പേരുടെ ഹർജികളിലാണ് ഈ ഉത്തരവ് വരുന്നത്. എസ് രാഗിൻ ചേരുന്നുണ്ട്. രാഗിൻ, ഈ ഭൂമിയിൽ കൃഷി ഇറക്കുകയും കൈവശം വയ്ക്കുകയും ചെയ്ത ദ്വീപ് നിവാസികളും ഭരണകൂടവും തമ്മിലുള്ള ഏറെക്കാലത്തെ ഈ അവകാശ തർക്കം, പിന്നീട് വരുന്ന ഉത്തരവ്, ഇതിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ എങ്ങനെ വരികയാണ് രാഗിൻ? ലക്ഷദ്വീപ് ഭരണകൂടത്തിനും കേന്ദ്ര സർക്കാരിനും തിരിച്ചടിയാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഉത്തരവ്. അതോടൊപ്പം തന്നെ വലിയൊരു ശതമാനത്തോളം വരുന്ന ദ്വീപ് നിവാസികൾക്ക് വലിയ ആശ്വാസമാകുകയുമാണ് ഇപ്പോൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവ് എന്നതാണ് വ്യക്തമാകുന്ന കാര്യം. ഈ ലക്ഷദ്വീപിലെ ഏകദേശം ഭൂരിഭാഗം വരുന്ന ഭൂമിയും, ഏകദേശം ഒരു 60% വരുന്ന ഭൂമിയും പണ്ടാരം വക ഭൂമിയാണ്. ഇത് മുൻപ് ഈ ദ്വീപ് നിവാസികൾക്കടക്കം ഇത് കൃഷി ചെയ്യാനും താമസത്തിനും ഒക്കെ തന്നെയായി വിട്ടു നൽകിയാണ്. ഇപ്പോഴും പലരും അവിടെ കൃഷിയും താമസവും ഒക്കെയായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇതിനിടെയാണ് ലക്ഷദ്വീപ് ഭരണകൂടം ഒരു ഉത്തരവ് ഇറക്കുന്നത്. അഡ്മിനിസ്ട്രേറ്ററുടെ ഭാഗമായിട്ട് ആണ് ആ ഉത്തരവ് വന്നത്. അതായത് ഈ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള, ഭൂമി ഏറ്റെടുക്കാനുള്ള ഉത്തരവാണ് ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നത്. ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത് ഇത് അടിസ്ഥാനപരമായി സർക്കാർ ഭൂമിയാണ്, സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിയാണ്, ഇത് ലീസിന് നൽകിയിരുന്നതാണ്, ഇതിൽ ഉടമസ്ഥാവകാശം സർക്കാരിൽ നിക്ഷിപ്തമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ആ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. ആ ഉത്തരവ് ചോദ്യം ചെയ്തുകൊണ്ടാണ് ഏകദേശം 171 പെറ്റീഷനുകൾ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നത്. ആ ഹൈക്കോടതിക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്ന പെറ്റീഷനിലാണ് ഇപ്പോൾ കോടതി തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേഷന്റെ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. ഇതോടൊപ്പം ആ ഭൂമിയുടെ സർവേ, അതോടൊപ്പം തന്നെ പുനർവർഗീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട നടപടികളും റദ്ദാക്കിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റേതാണ് ഉത്തരവ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ദ്വീപ് നിവാസികളടക്കം വലിയ പ്രതിഷേധം ഇതിന്റെ ഭാഗമായി തന്നെ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ നിലവിൽ തങ്ങളുടെ കൈവശം പൊസിഷനിലാണ് ഈ ഭൂമി. അതോടൊപ്പം തന്നെ മാത്രമല്ല നിരവധി കാലങ്ങളായി കൃഷി, അതോടൊപ്പം തന്നെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു വരികയാണ്. ഈ ഭൂമി ഏറ്റെടുക്കാനുള്ള നീക്കം, തങ്ങളെ കുടിയിറക്കാനുള്ള ഒരു ശ്രമമാണ് എന്നടക്കമുള്ള കാര്യങ്ങളടക്കം അവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ടൂറിസം ആവശ്യത്തിന്റെ ഭാഗമായി സർക്കാരിൽ നിക്ഷിപ്തമായ ഭൂമി സർക്കാർ ഏറ്റെടുക്കുന്നു എന്ന ഒരു കാര്യമാണ് ആ ഉത്തരവിന്റെ, അഡ്മിനിസ്ട്രേറ്ററിന്റെ ഉത്തരവിന്റെ പല ഭാഗങ്ങളിലും ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ നേരത്തെ കോടതി ഇതിൽ ചില കാര്യങ്ങൾ, നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോൾ കോടതി എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഉത്തരവ് റദ്ദാക്കിയിരിക്കുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.